ശ്രീകൃഷ്ണപുരത്തെ യുവതിയുടെ മരണം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. ഭർത്താവ് 26-കാരനായ കാട്ടുകുളം സ്വദേശി ദീക്ഷിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 26-കാരിയായ വൈഷ്ണവിയാണ് കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 9 രാത്രിയാണ് 26-കാരിയായ കാട്ടുകുളം പൂക്കോട്ടുകാവ് സ്രാമ്പിക്കൽ വീട്ടിൽ വൈഷ്ണവി മരണപ്പെട്ടത്. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചത്. ഭർത്താവ് ദീക്ഷിത് തന്നെയാണ് യുവതിയെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിയതിനു പിന്നാലെ വൈഷ്ണവി മരിച്ചു. ദീക്ഷിത് തന്നെയാണ് മരണവിവരം വൈഷ്ണവിയുടെ ബന്ധുക്കളെയും അറിയിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത്. തുടർന്ന് ഭർത്താവ് 26-കാരനായ ദീക്ഷിതിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ദീക്ഷിതിനെ ചോദ്യം ചെയ്തതിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഇതോടെ ശനിയാഴ്ച രാവിലെ ദീക്ഷിതിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ദമ്പതികൾ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വൈഷ്ണവി പറഞ്ഞ സ്ത്രീ അബോധാവസ്ഥയിൽ കിടന്ന് ഹോസ്പിറ്റലിലെത്തി ബ്രോഡ് ഡെഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. അത് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഫോറൻസിക് ഡോക്ടറിനെ കൊണ്ട് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദറിങ് ആയിട്ട് ഉള്ള സംഭവമാണെന്ന് തെളിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ആനമങ്ങാട് ചോലയ്ക്കൽ ഉണ്ണികൃഷ്ണന്റെ മകളാണ് വൈഷ്ണവി. 1.5 വർഷം മുമ്പായിരുന്നു വൈഷ്ണവിയും ദീക്ഷിതും തമ്മിലുള്ള വിവാഹം. UTV ന്യൂസ്, പാലക്കാട്.